മഹാന്മാരായ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെ തിരുകുടുംബം അവരിങ്ങനെ വരുമ്പോ സമുദായം ആ രീതിയിൽ അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു, എവിടെയും എല്ലാ കാലത്തും. അതുകൊണ്ടാണ് ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് മർവാനി ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി, ലോകം കണ്ട ഏറ്റവും പ്രവിശാലമായ ഒരു വലിയ സാമ്രാജ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധം ഇസ്ലാമിക ഭരണ പ്രദേശത്തിന്റെ മുഴുവൻ ഭരണാധികാരി, അദ്ദേഹം പരിശുദ്ധ കഅബത്തു ഷരീഫയുടെ മുമ്പിൽ വന്നു, കഅബ തവാഫ് ചെയ്തു. കഅബയുടെ തവാഫിനിടക്ക് ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. പക്ഷേ ആളുകൾ തിരക്ക് കൂട്ടാൻ തന്റെ പരിവാരം, തന്റെ സെക്യൂരിറ്റി ഗാർഡ്സ് അവരെല്ലാവരും കൂടിയുള്ള വലിയ ശ്രമം വേണ്ടി വന്നു. മഹാനായ രാജാവിന്, അദ്ദേഹത്തിന് ഒന്ന് ആ പരിശുദ്ധമായ കഅബത്തു ഷരീഫയിലെ ഹജറുൽ അസ്വദ് ഒന്ന് മുത്താൻ. അതൊക്കെ കഴിഞ്ഞ ക്ഷീണിതനായി രാജാവ് വന്നിരിക്കുമ്പോ മറ്റൊരാൾ ഇങ്ങനെ വന്ന് വളരെ പ്രയാസമന്യേ വന്ന് ആ ആളുകളെ ഇടയിലൂടെ ഇങ്ങനെ കടന്നു വന്ന് ആളുകൾ ബഹുമാനപൂർവ്വം ഇങ്ങനെ മാറി മാറി നിന്ന് ഒരു പ്രയാസവുമില്ലാതെ വന്ന് ഹജറുൽ അസ്വദ് മുത്തുന്ന കാഴ്ച ലോകത്തെ ഏറ്റവും വലിയ ഭരണപ്രദേശത്തിന്റെ ചക്രവർത്തി കാണുകയാണ്. അപ്പൊ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് ചോദിച്ചു, ആരാണ് അയാൾ? ഭരണ സംവിധാനത്തിന്റെ എല്ലാ വിധത്തിലുള്ള പ്രൊട്ടക്ഷനും ഉണ്ടായിട്ട് പോലും എനിക്ക് സാധിക്കാത്തത്, ഇത്ര അനായാസം വന്ന് ചെയ്തു പോകാൻ എന്താ കാരണം? ആർക്കും പറയാൻ മടി. പക്ഷേ കൊട്ടാര കവി കൂടിയായിരുന്ന ധീരനായ അഹ്ലുൽ ബൈത്തിനെ സ്നേഹിക്കുന്ന ഫറസ്ദഖ് പറയാൻ തുടങ്ങി, അത് വലിയ ആളാണ്. ഹാദല്ലദീ തഅരിഫുൽ ബത്ഹാഉ വതഅതഹു, ഈ പരിശുദ്ധ മക്കത്തു ഷരീഫയുടെ മണൽത്തരികളിൽ ആ കാൽപാദം ഒന്ന് പതിച്ചാൽ ഓരോ മണൽത്തരിയും ആ മനുഷ്യനെ അറിയും. വൽ ബൈതു യഅരിഫുഹു വൽ ഹില്ലു വൽ ഹറമു, പരിശുദ്ധ ഹറമറിയും, പരിശുദ്ധ കഅബത്തു ഷരീഫ അറിയും, ബൈത്തറിയും, ഹറമറിയും, ഹില്ലറിയും. ഹുവ ഇബ്നു ഖൈരി ഹുവ ഇബ്നു ഖൈരി ഇബാദില്ലാഹി കുല്ലിഹിമി, അത് പരിശുദ്ധ റസൂലിന്റെ സൂനത്തിൽ പിറക്കപ്പെട്ട സയ്യിദുനാ സൈനുൽ ആബിദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു. ഹദാ തഖിയ്യുൻ നഖിയ്യു താഹിറുൽ അലം, ഹദാ തഖിയ്യുൻ നഖിയ്യു താഹിറുൽ അലം. അത് വലിയ സൂക്ഷ്മജ്ഞാനിയായ വളരെ പ്രഗത്ഭനായ ഈ ഉമ്മത്തിന്റെ അടയാളമായി നിൽക്കുന്ന, ഈ ഉമ്മത്തിന്റെ നേതൃചിഹ്നമായി നിൽക്കുന്ന മഹാനാണ്. സൈനുൽ ആബിദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് എന്ന് ഫറസ്ദഖ് പാടാണ്. അത് എല്ലാ തങ്ങൾക്കും പറ്റിയ പാട്ടാണ് എന്ന് ഞാൻ പറയും. ആ കവിതയിലേക്ക് നോക്കിയിട്ട് അഷ്റഫുൽ ഖൽഖിന്റെ തിരുകുടുംബത്തിലേക്കൊന്ന് നോക്കിയാൽ അവിടെ കാണാൻ സാധ്യമാകുന്നത് മുഴുവനും അതാണ്. ഏത് മണൽത്തരിയും ആ പരിശുദ്ധമായ പാദസഞ്ചലനം തിരിച്ചറിയാൻ കഴിയും വിധം സമൂഹത്തിന്റെ മനസ്സിൽ ഇടം നേടിയവരായിരുന്നു അഹ്ലുൽ ബൈത്ത്. ചരിത്രത്തിലെമ്പാടും അങ്ങനെയായിരുന്നു. അത് അവസാനിക്കാത്ത പ്രവാഹമായി ലോകത്തെമ്പാടും നിലനിൽക്കുന്നു. അവരുടെ വാക്കുകൾ കേൾക്കാൻ ആളുകൾ കൂടുന്നു. അവരുടെ അടുക്കൽ പോയി നിന്ന് എത്രയോ സമയം, എത്രയോ നേരം അവർ ഈ മനുഷ്യരുടെ പ്രശ്നങ്ങളെ അപഗ്രഥിക്കുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുമ്പോൾ ഒട്ടും മടിയില്ലാതെ ഇരുന്നു കൊടുക്കുന്നു. ഹമ്മാലു അസ്ഖാലി അഖ്വാം, ഫറസ്ദഖ് പറഞ്ഞ വാക്ക് ഞാൻ ഓർത്തുപോകാണ്. ഹമ്മാലു അസ്ഖാലി അഖ്വാം, ജനതയുടെ മുഴുവൻ ഭാരവും നെഞ്ചേറ്റാൻ കഴിയുന്ന അത്രമേൽ സഹനശേഷിയുള്ളവരായിരുന്നു അവർ എന്നാണ് മഹാന്മാരായ അഹ്ലുൽ ബൈത്തിനെ